സാത്മകലിതമുനി മാനസ പങ്കജ സാത്മകലിതമുനി മാനസ പങ്കജ സാത്മകലിതമുനി മാനസ പങ്കജ സകല ഭുവന പരിപാലന ലോലുപ സകല ഭുവന പരിപാലന ലോലുപ പത്മനാഭ പാകേ. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ ശ്രീരംഗപട്ടണത്തിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടാണ് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ആ സന്തോഷത്തിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ഡിസംബർ 5 എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. പോകെ അതിനെപ്പറ്റി ഞാൻ പറയാം. ഇത് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് ഒരു 125 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോളം ദൂരെയായിട്ടാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ യാത്ര. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. അതുകൊണ്ട് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഈ ക്ഷേത്രം സംരക്ഷിച്ചു പോകുന്നത്. അപ്പം നമ്മൾ കാറൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് കൊണ്ട് പാർക്ക് ചെയ്തത്. മെയിൻ ഗേറ്റിൽ കുറച്ച് തിരക്കായിരുന്നു. തിരിഞ്ഞേ തിരിഞ്ഞ് ഒരു മിനിറ്റ് നിൽക്കണേ. വിഷ്ണുവിൻ്റെ അവതാരമായ രംഗനാഥന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പഞ്ചരംഗ ക്ഷേത്രങ്ങളുണ്ടല്ലോ അതിലെ ആദ്യത്തെ ക്ഷേത്രമാണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് പോകെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരും പോകല്ലേ, ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ കൂടണേ. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. നമ്മൾ ആദ്യം കയറി വന്ന് സൈഡിലുള്ള വഴിയിലൂടെയായിരുന്നു. കാർ പാർക്ക് ചെയ്യാൻ അവിടെ ആയിരുന്നു തിരക്കൂർ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വന്നത്. റോഡിൻ്റെ 2 സൈഡിലും സാൻഡൽവുഡിൻ്റെ പ്രോഡക്ട്സ് വിൽക്കുകയാണ്. നല്ല മണം കേട്ടോ, ആ ചന്ദനത്തിൻ്റെ ആ ഒരു മണം. അതുപോലെ തന്നെ തുളസി, വിഷ്ണുവിൻ്റെ പ്രധാന വഴിപാടാണല്ലോ തുളസിയുടെയും മണം. പിന്നെ നമുക്ക് ഈ ഗോപുരത്തിൽ വിജയനഗരത്തിൻ്റെ ആ ഒരു ടൈമിലെ വാസ്തുവിദ്യയും അതുപോലെ തന്നെ ഹൊയ്സാല ആ ഒരു ടൈമിലെ വാസ്തുവിദ്യയും നമുക്ക് കാണാൻ കിട്ടും. നമ്മൾ ഹൊയ്സാല ആർക്കിടെക്ചറിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്ത് അതിൽ നമ്മൾ ഹരിഹര ടെമ്പിൾ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. മനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതും. ഇത് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു കൊത്തുപണികളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ മെയിൻ കവാടം കടന്ന് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് ഇങ്ങനെ നടപ്പാത പോലെ ഇട്ടിട്ടുണ്ട്. തിരക്കില്ലായിരുന്നു. നമ്മളന്നൊരു വീക്കെൻഡ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് തീരെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ ചെന്നത്. അതുപോലെ അകത്ത് കയറുമ്പോൾ എന്താ പറയുന്നത്, അതിശയിപ്പിക്കുന്നു. കരിങ്കൽ തൂണുകളാണ് മൊത്തം കേട്ടോ. മുകളിലും അതുപോലെ തന്നെയാണ് കരിങ്കല്ലാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സൺലൈറ്റ് എന്നൊക്കെ പറയുന്നത് അത് കണ്ടോ, സൂര്യരശ്മികൾ അകത്തൂടി ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ കയറി വരുന്നതാണ്. നമുക്കിങ്ങനെ കുറച്ച് ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ലൈറ്റും ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അകത്തെ കരിങ്കൽ ചുവരുകളിലൊക്കെ ദേവിയുടെ രൂപങ്ങൾ ഇങ്ങനെ കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദുർഗയുടെ രൂപമായിരുന്നു. അതിലിങ്ങനെ ബട്ടർ തേച്ചിട്ട് അതിലിങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉപദേവതകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഇനി പൂജയൊന്നും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഉള്ള കാര്യം നമുക്കറിയത്തില്ല. ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ ഹൊയ്സാല ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അധികം പഴക്കമുള്ള ആ ഒരു ടൈമല്ല. അന്നുണ്ടായിരുന്ന ക്ഷേത്രത്തിന് മുകളിലാണ് ഇപ്പോഴത്തെ ക്ഷേത്രം കാണപ്പെടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഹൈദരാലി, ടിപ്പു സുൽത്താൻ ഇവരൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോകുന്നതായിട്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ മണ്ഡപം എന്താ രസമാണെന്നറിയോ കാണാൻ. ഇതിപ്പോൾ ഒരു സിനിമയിലെയൊക്കെ ഫ്രെയിമിലാണേലേ എന്ത് രസമായിരിക്കും കാണുന്നത്. നമ്മുടെയൊക്കെ ഫോണിനൊക്കെ ഒരു പരിധിയൊക്കെ ഇല്ലേ, അങ്ങനെയാണ്. എങ്കിലും എപ്പോഴെങ്കിലും അവസരം കിട്ടുന്നവർ ഇത് മൈസൂരിലൊക്കെ പോകുന്നവർ ഇത് മിസ്സാവാതെ ഇവിടെ പോകേണ്ടതാണ് കേട്ടോ. അതുപോലെ ഒരു 400 മീറ്റർ ചുറ്റളവിൽ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കോട്ടയും ടിപ്പു സുൽത്താൻ അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇത് തുളസിത്തറയാണ് സൈഡിൽ കാണുന്നത്. നമ്മുടെ നാട്ടിലെ തുളസിത്തറ പോലെയല്ല ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ക്ഷേത്രത്തിനൊരു കഥയുണ്ട്, അതിനെപ്പറ്റി കൂടെ ഞാനൊന്ന് പറയാം. അതിനു മുമ്പേ വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ. കാവേരി നദി ഇങ്ങനെ ബംഗാൾ ഉൾക്കടലിലോട്ടുള്ള ഒരു യാത്രയിൽ ഒരു 3 ദ്വീപുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ ആണ് ഈ ശ്രീരംഗപട്ടണം. അതുപോലെ രണ്ടാമത്തേത് ശിവസമുദ്രം. ഇത് രണ്ടും കർണാടകയിലും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് തമിഴ്നാട്ടിലുള്ള ശ്രീരംഗമാണ്. ഈ 3 സ്ഥലത്തും
ഇങ്ങനെ ശ്രീ രംഗനാഥ സ്വാമിയുടെ 3 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഇവിടെ അറിയപ്പെടുന്നത് ആദിരംഗ, രണ്ടാമത് ശിവസമുദ്രയിലുള്ളത് മധ്യരംഗ, ശ്രീരംഗത്ത് കാണുന്നത് അന്ത്യരംഗ, അങ്ങനെയാണ് 3 ഇത് ഇങ്ങനെ പറയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇതിന് ഈ ക്ഷേത്രത്തിന് ഉറപ്പായിട്ട് ഒരു കഥയുണ്ടാവുമല്ലോ, അതിനെപ്പറ്റി അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് പോകാവേ. അതായത് ഇങ്ങനെ പറയപ്പെടുന്നത്, പുരാണങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, കാവേരി പുണ്യനദിയാണല്ലോ. അങ്ങനെ ആൾക്കാരുടെ പാപങ്ങളെല്ലാം ഇങ്ങനെ കഴുകി കാവേരി ഇങ്ങനെ വളരെ വിഷമിച്ച് ഈ പാപമെല്ലാം ഇങ്ങനെ ചുമന്ന് വളരെ വിഷമിച്ച് ഇങ്ങനെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണ്, തനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് വെച്ച്. അങ്ങനെ വിഷ്ണു രംഗനാഥനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെ കാവേരിക്ക് വരം കൊടുക്കുകയാണ്, ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് സംരക്ഷണമായിട്ടും അതുപോലെ എന്നെ കാണാൻ വരുന്നവരൊക്കെ നിന്നെയും കാണാനെത്തും. അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ അവിടെ അങ്ങനെ ആ ഒരു ഇങ്ങനെ അനന്തശയനത്തിൽ നമ്മുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന അതേപോലെ നമുക്ക് തോന്നും ശേഷനാഗൻ, അതായത് ആ 7 തലകളുള്ള സർപ്പത്തിൻ്റെ ആ ചുറ്റുകളുടെ മുകളിലായിട്ട് ഇങ്ങനെ ശയിക്കുന്ന ആ ഒരു ഇതിലാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വലത്ത് കൈ ഇങ്ങനെ ശരീരത്തിലും, വലത്ത് കൈ അല്ല ഇടത്ത് കൈ ഇങ്ങനെ ശരീരത്തിന് മേലെയും വലത്ത് കൈ ഇങ്ങനെ തല എല്ലാം ഇങ്ങനെ താങ്ങി നിർത്തിക്കുന്ന ആ ഒരു രൂപത്തിലാണ് നമുക്ക്, ഇതാണ് അവിടുന്ന് കിട്ടുന്ന ആ ഇവിടെ കാണാൻ കിട്ടുന്ന ആ ഒരു ഇത്. നമുക്ക് ഒറ്റ ശ്രീകോവിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒന്നിച്ചിങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നാലേ നമുക്ക് ദർശനം കിട്ടത്തുള്ളൂ. ഒരു എന്താ പറയുന്നത്, കണ്ണുകൾക്കൊരു ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് ആ ഒരു കാഴ്ച കേട്ടോ. സൈഡിലായിട്ട് കണ്ടോ ലക്ഷ്മി ഇരിക്കുന്നത്, അതിനൊരു കഥ പറയാം. അങ്ങനെ ലക്ഷ്മി ദേവി അറിയാനിടയായി ഇങ്ങനെ ഇത്ര ചൈതന്യത്തിലാണ് വിഷ്ണു ഇവിടെ രംഗനാഥനായിട്ട് ഇവിടെ ഇങ്ങനെ വിരാജിക്കുന്നത്. അങ്ങനെ ലക്ഷ്മി ഭൂമിയിൽ വരുകയും കാവേരിയിൽ മുങ്ങിയ ശേഷം ഈ കാഴ്ച കാണാൻ വരുവേ അതിൽ ആകർഷ്ടയായിട്ട് ഇങ്ങനെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആ ലക്ഷ്മി ദേവിയെ നമ്മൾ ആ കാക്കലിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ലേ. കണ്ണുകൾക്ക് ഇന്നത്തെ ദിവസത്തെ എനിക്ക് ധന്യമായി എന്നൊക്കെ വേണേൽ പറയില്ല. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്ന് ഞങ്ങളുടെ 25ാം വാർഷികമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ എനിക്കൊരു മൈസൂർ സിൽക്ക് സാരി ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അത് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ കാണിക്കേണ്ടതെന്ന് വെച്ചു. കാര്യം അവർ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ ഇങ്ങനെ വരും ഫാക്ടറിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് വരുന്നവരാകുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവരവരുടെ അടുത്തുള്ള ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി വാങ്ങിയതാണ്. പിന്നെ മൈസൂർ ദോശ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ അത്ര ഇഷ്ടമായില്ല, അച്ഛനും മുഖമൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചാമുണ്ടി ഹിൽസിൽ കൂടെ പോകണം ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മളിന്ന് കാവേരിയിലോട്ട് പോയില്ല, അത് പിന്നീട് ആവട്ടെന്ന് വെച്ചു. അപ്പോൾ കാവേരിയിലോട്ടുള്ള യാത്ര പിന്നീട് നമുക്ക് എപ്പോഴേലും കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നമ്മുടെ കൂടെ തന്നെ തുടരണേ. നമുക്ക് ചാമുണ്ടി ഹിൽസിലും പോകാം. അപ്പോൾ അതുവരേക്കും നന്ദി.